കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും, നല്ലവനും നിർമ്മലനും, മാലിന്യനും, യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും തന്നെ, ആണ പേടിക്കുന്നവനും ആണ ഇടുന്നവനും ഒരുപോലെ ആകുന്നു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കൾ, നമ്മുടെ വായിക്കുമ്പോൾ സഭാപ്രസംഗി എഴുതുകയാണ്, ഈ ലോകത്ത് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് നല്ലവനും കെട്ടവനും, അല്ലെങ്കിൽ ദുഷ്ടനും നീതിമാനും, ആണ ഇടുന്നവനും ആണ ഇടാത്തവനും എല്ലാവർക്കും ഒന്നുപോലെ നടക്കുന്നു. ആയതുകൊണ്ട് ജനം തങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവപൈതലെ, നാം നോക്കുമ്പോൾ പലരും പറയുന്നത് നമുക്കറിയാം. അവർ എത്ര ദുഷ്ടത ചെയ്തിട്ടും അവർക്ക് അവിടെ ഒരു കുഴപ്പവുമില്ല. അവർക്ക് പണത്തിന് പണം, ആരോഗ്യത്തിന് ആരോഗ്യം, അവർക്ക് വിചാരിക്കുന്നതെല്ലാം അവർക്ക് നടക്കുന്നു എന്ന് പറയുന്ന അനേകരുണ്ട്. പക്ഷേ നാം അങ്ങനെയല്ല, കർത്താവിൻ്റെ പ്രിയ ദൈവമക്കളെ. പക്ഷേ ആ ഒരു 3-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ സഭാപ്രസംഗി പറയുകയാണ്, എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യൻ്റെ കീഴെ നടക്കുന്ന എല്ലാറ്റിനും ഒരു നിയമം അത്ര എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ സൂര്യൻ്റെ കീഴെ നടക്കുന്നത് എല്ലാവർക്കും ഒന്നുപോലെ നടക്കുന്നു, വ്യത്യാസമില്ലാതെ. മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. അതിൻ്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കലേക്ക് പോകുന്നു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, തങ്ങൾക്ക് ചെയ്യുന്ന ആ ഒരു ദുഷ്ടതയ്ക്ക് ഉടനെ ദൈവം പ്രതിഫലം കൊടുത്തിരുന്നെങ്കിൽ അവൾ ഭയപ്പെടുമായിരുന്നു ദുഷ്ടത ചെയ്വൻ. അതങ്ങനെയല്ല. അവർക്ക് എല്ലാവർക്കും ഒന്നുപോലെ സംഭവിക്കുന്നത് കൊണ്ട് അവർ മറ്റുള്ളവരുടെ മനസ്സ് മുരടിച്ചിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ അവർ മരിച്ചവരുടെ അടുത്ത് പോകുന്നു എന്ന് പറയുന്നു. മരിച്ചവർ എന്ന് പറയുന്നത് മരിച്ചു പോകുന്നത് മാത്രമല്ല, നരകത്തിൽ പോകുന്നവരെ മരിച്ചവരുടെ ഇടയിൽ പോകുന്നു എന്ന് പറയാം. അവർക്ക് ആത്മമരണം സംഭവിക്കുന്നു. പ്രിയ ദൈവപൈതലെ, നാം ഈ ഭൂമിയിൽ എല്ലാവർക്കും സൂര്യൻ്റെ കീഴെ ഒന്നുപോലെ നടന്ന് അത് ഒരു മായയായിരുന്നാലും നാം ദൈവകൃപയാൽ ദൈവനീതി ഏതോ, സത്യമേതോ, വിശ്വസ്തത ഏത്, അത് നോക്കി നാം ജീവിക്കുമ്പോൾ ഒരു ദിവസം നാം ഈ ലോകം വിട്ട് നമ്മുടെ ശരീരം മരിച്ചു പോയാൽ ആത്മാവ് മരിക്കുന്നില്ല, ജീവനുള്ള ക്രിസ്തുവിനടുത്തേക്ക് പോയി ചേരുന്നു. പക്ഷേ ദുഷ്ടത ചെയ്യുന്നവർ അങ്ങനെയല്ല, അവർ മരിച്ചവരുടെ അടുത്തേക്ക് പോകുന്നു എന്ന് വചനം പറയുമ്പോൾ, പ്രിയ ദൈവ പൈതലെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ വിധമായി സംഭവിച്ചാലും നാം അതിലൊന്നും വീഴുന്നു പോകാതെ കർത്താവിൻ്റെ നീതിയും നിർമ്മലതയും പിടിച്ച് വിശ്വസ്തയോടെ ഈ ലോക ഓട്ടം തീർപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിലേക്ക് വിശ്വാസ ഓട്ടം ഓടുമ്പോൾ ഞങ്ങൾക്ക് കർത്താവെ എതിരായിരിക്കുന്ന അല്ലെങ്കിൽ മുമ്പിൽ നടക്കുന്ന ഏത് സംഭവങ്ങളും അത് ഞങ്ങളെ താഴ്ത്തിക്കളയാതെ കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങൾ വരുവോളം ഞങ്ങളെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ദീർഘായുസ്സും തന്ന് ഓരോരുത്തരെയും വഴി നടത്തി കർത്താവെ നല്ലത് പ്രവർത്തിച്ച് ഞങ്ങൾ കർത്താവെ നിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.